നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസ് എക്സാം അടുത്ത 28-ാം തീയതി ഡിസംബർ 28-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. സെക്രട്ടറി അസിസ്റ്റൻറ്റിനുള്ള നോട്ടിഫിക്കേഷനും ഡിസംബറിൽ വരാനിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞുകൊണ്ട് എവിടെ നിന്നാണ് പി എസ് സി ചോദ്യം ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഈ എക്സാമൊക്കെ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത്. ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ ടാൻഡം പി എസ് സി നിങ്ങളോടൊപ്പമുണ്ട്. LSGS എക്സാമിൻ്റെ നമ്മുടെ കോഴ്സ് ഫോളോ ചെയ്തവർക്കറിയാം, കൃത്യമായിട്ട് പി എസ് സി എവിടെ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് എടുത്തത് കൊണ്ട് തന്നെ എല്ലാ കുട്ടികളും പകച്ചു നിന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് മുമ്പിൽ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്ത് പോരാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കേരള ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് നോക്കാൻ പോകുന്നത്. 10th പ്രിലിംസ് എക്സാമിനാണെങ്കിലും സെക്രട്ടേറിയറ്റ് എക്സാമിനാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഭാഗമാണ് കേരള ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, പക്ഷേ ഓപ്ഷനിൽ നിന്നും തെറ്റാൻ സാധ്യതയുമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്ര? ഓപ്ഷൻ എ 580 കിലോമീറ്റർ, ഓപ്ഷൻ ബി 560 കിലോമീറ്റർ, ഓപ്ഷൻ സി 7516 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 690 കിലോമീറ്റർ. ഇതിലേതാണ് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത്? ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 580 കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ കണ്ട 560 എന്താണ്? 560 എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളമാണ് അല്ലേ? അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളവും തീരദേശ ദൈർഘ്യവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കാരണം തെക്ക് വടക്ക് നീളം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുക്കുക അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈനിന് നീളം കുറവായിരിക്കും. എന്നാൽ തീരദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു ഷേപ്പ് കണ്ടാൽ അറിയാം അത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണോ കിടക്കുന്നത്? അല്ല, അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഒക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ 20 കിലോമീറ്റർ തെക്ക് വടക്ക് നീളത്തേക്കാളും കൂടുതലുണ്ട് ഈ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 560 ആണ് 580 ആണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഏറ്റവും കുറവുള്ളത് തെക്ക് വടക്ക് നീളമാണ്. കാരണം നമ്മൾ ഒരു ദൂരം നോക്കുമ്പോൾ, ഡിസ്റ്റൻസ് നോക്കുമ്പോൾ സ്ട്രൈറ്റ് ലൈനാണ് നോക്കുക. സ്ട്രൈറ്റ് ലൈൻ ആകുമ്പോൾ ദൂരം പൊതുവെ കുറയും. ഓക്കെ. ഭൂമിശാസ്ത്രപരമായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് ലക്ഷദ്വീപ് കടലിനും ഇടയിൽ മധ്യേ 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന താരതമ്യേന വീതി കുറഞ്ഞ മേഖലയാണ് കേരളം. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതയാണ് പറയുന്നത്. കിഴക്ക് എന്താണ്? പശ്ചിമഘട്ടമാണ്, പടിഞ്ഞാറ് അറബിക്കടലുമാണ്. ഇതിന് രണ്ടിനും ഇടയിൽ നമുക്കറിയാം, കേരളം ഭൂപടം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു നീണ്ടു കിടക്കുന്ന ഒരു പടവലങ്ക പോലെ എന്നൊക്കെ പറയാറുണ്ട്. നീണ്ടു കിടക്കുന്ന ഒരു അധികം വീതിയില്ലാത്ത ഒരു ഭൂപ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. ഈ കേരളത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യയുടെ വിസ്തൃതിയുടെ 1.18% ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എത്രയാണ് മൊത്തം ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തൃതി എന്നുള്ളത്? 1.18% ആണ് കേട്ടോ. 1.18% ആണ് കേരളത്തിൻ്റെ ഭൂവിസ്തൃതി. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 1.18% ആണ് വരുന്നത്. അപ്പോൾ ഈ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് 22ാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അപ്പോൾ നമുക്കറിയാം, കേരളം എത്രയാണ്? 22ാമത്തെ സ്ഥാനത്താണ് വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം ഇന്ത്യയിൽ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 560 കിലോമീറ്റർ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഭാഗമല്ലാത്ത പ്രദേശം ഏത്? അതിൽ മലനാട് ഉണ്ട്, മരുഭൂമിയുണ്ട്, തീരപ്രദേശമുണ്ട്, ഇടനാടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും. PSC അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതേ ഓപ്ഷൻ വെച്ചിട്ട് ഈ ചോദ്യം. അങ്ങനെയുണ്ട്, നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ഒരു 10 ചോദ്യമൊക്കെ വളരെ സിമ്പിളായിട്ട് ചോദിക്കും. അതിൽപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ്, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് അങ്ങനെ വരിക. അപ്പോൾ നമ്മൾ ഈ സിമ്പിളല്ലെന്ന് വിചാരിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഈ താഴെ പറയുന്നതിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഭാഗമല്ലാത്ത പ്രദേശം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മരുഭൂമിയാണ് അല്ലേ? മലനാടുണ്ട്, ഇടനാടുണ്ട്, തീരപ്രദേശമുണ്ട്. ഇത് മൂന്നാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്.
മരുഭൂമി കേരളത്തിൽ ഇല്ല അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിന് പോലും മെയിൻസ് എക്സാമിന് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.6 മുതൽ 76 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണ് മലനാട് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്. സ്റ്റേറ്റ്മെൻറ്റ് 2, സമുദ്രനിരപ്പിൽ നിന്ന് 7.6 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണ് തീരപ്രദേശം. സ്റ്റേറ്റ്മെൻറ്റ് 3, കേരളത്തിൻ്റെ ആകെ ഭൂപ്രകൃതിയുടെ 42% ഇടനാട്. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം. ഒന്നാമത്തേൽ പറയുന്നത് 7.6 മുതൽ 76 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണ് മലനാട് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 7.6 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണ് തീരപ്രദേശം എന്നാണ്. മൂന്നാമത് പറയുന്നത് കേരളത്തിൻ്റെ ആകെ ഭൂപ്രകൃതിയുടെ 42% ഇടനാട്. ഇതിലേതാണ് ശരിയുത്തരം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1, 2, 3 അത് 3 ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി 1, 2 മാത്രമാണ് ശരിയെന്ന് പറയുന്നു. ഓപ്ഷൻ സി 1, 3 ശരിയെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി 2, 3 ശരിയെന്ന് പറയുന്നു. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 7.6 മുതൽ 76 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശം എന്തല്ല? മലനാടല്ലാതെ ഏതാണ്? ഇടനാടാണ്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് കണക്ക് അറിയില്ലെങ്കിൽ പോലും എലിമിനേഷൻ മെത്തേഡ് വഴി ഇത് ആൻസർ ചെയ്യാനുള്ള എളുപ്പ വഴിയുണ്ട്. അതായത് നമുക്കറിയാം തീരപ്രദേശം, ഇടനാട്, മലനാട് അങ്ങനെയല്ല കിടക്കുന്നത്. ഏറ്റവും ഉയരം കൂടിയത് മലനാടാണ്, ഏറ്റവും ഉയരം കുറഞ്ഞത് തീരപ്രദേശമാണ്. ഇതിന് രണ്ടിനും ഇടയിലുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 2 നോക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 7.6 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണ് തീരപ്രദേശം. 7.6 വരെ ഉയരത്തിലുള്ളത് തീരപ്രദേശമാണെങ്കിൽ തീരപ്രദേശം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ എന്ത് വരിക? ഇടനാട് വരിക. അപ്പം എന്താണ്? 7.6 കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ഇടനാടാണ്. പക്ഷേ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 കൊടുത്തിരിക്കുന്നത് 7.6 മുതൽ 76 വരെ എന്താ പറയുക മലനാട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. ഒന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് വരുന്ന ഓപ്ഷനൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ എയിൽ 1, 2, 3 വരുന്നുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്യാം. ഓപ്ഷൻ ബി 1ഉം 2ഉം ആണ് വരുന്നത്, അത് നമുക്ക് കട്ട് ചെയ്യാം. 2 ഓപ്ഷൻ എന്താവില്ല? ആൻസർ ആയിട്ട് വരില്ല. പിന്നെ വരുന്നത് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ആണ് ഇതിൻ്റെ ഉത്തരമാവാൻ സാധ്യതയുള്ളത്. അതിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരിക. അപ്പോൾ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വഴി 2 ഓപ്ഷൻ ഒഴിവാക്കി ഇനി സി ആണോ ഡി ആണോ എന്ന് തീരുമാനിച്ചാൽ മതി. അപ്പോൾ 1, 3, 2, 3 അതിൽ ഏതാണ് ശരി? അപ്പോൾ 1, 2 2 1 ശരി എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് രണ്ടും നമ്മുടെ വ്യത്യാസം. 1, 3 ആണുള്ളത്, 1, 2, 3 ആണുള്ളത്. അപ്പോൾ 2 3 ശരി എന്നുള്ളത് നോക്കിയാൽ ഇതിന് ഉത്തരം കിട്ടും. അപ്പോൾ 2 3 ശരി എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കറിയാം ആകെ ഭൂപ്രകൃതിയുടെ 42% ഇടനാട് എന്ന് അറിയില്ലെങ്കിലും സമുദ്രനിരപ്പിൽ നിന്ന് 7.6 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ അറിയാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ചെറിയൊരു തീരപ്രദേശത്തിൻ്റെ ഒരു ഉയരമൊക്കെ നമുക്കറിയാം. ഒരു 7.6 മീറ്റർ എന്ന് പറഞ്ഞാൽ അധികം ഉയരമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ആ ഒരു സമുദ്രനിരപ്പിൽ നിന്നുള്ള അത്ര ഉയരമുള്ള പ്രദേശം തീരപ്രദേശമാണെന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഗസ് ചെയ്തിട്ടൊക്കെ ആൻസർ ചെയ്യാം, ഇത് പഠിക്കാത്തവരാണെങ്കിൽ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ തെറ്റിക്കൂല. കൃത്യമായിട്ട് നമ്മൾ ഇത് പഠിച്ചിട്ട് പോകും. ഓക്കെ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 76 മീറ്ററിലേറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മലനാട്. 7.6 മുതൽ 76 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശം ഇടനാടാണ്. നമ്മളിപ്പോൾ ഓപ്ഷനിൽ പറഞ്ഞ മലനാട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ശരിക്കും എന്താണ്? ഇടനാടാണ്. 7.6 to 76 ആണ് ഏത് വരുന്നത്? ഇടനാട് വരുന്നത്. 76 വരെയുള്ളത് എന്താണ്? 76ൽ കൂടുതലുള്ളത് ഏതാണ്? മലനാടാണ്. മാറിപ്പോരുത്. 0 to 7.6 ഏതാണ്? തീരപ്രദേശം. 7.6 to 76 ഏതാണ്? ഇടനാടാണ്. 76 ആൻഡ് എബോവ് എന്തായിരിക്കും? മലനാടായിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കേരളത്തിൻ്റെ ആകെ ഭൂപ്രകൃതിയുടെ 42%
ഏത് ഇടനാട്. 10% തീരപ്രദേശമാണ്, 48% മലനാടുമാണ്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ വരുന്നത്? ഏറ്റവും കൂടുതൽ വരുന്നത് മലനാടാണ്. എത്ര ഉണ്ട്? 48%. ഭൂപ്രദേശത്തിൻ്റെ 48% എന്താണ്? മലനാടാണ്. 10% തീരപ്രദേശവും 42% ഇടനാടുമാണ്. ഈ കണക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു നോക്കണം, ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇടനാട് എത്ര ശതമാനമാണ്? 42%, മലനാട് 48%, തീരപ്രദേശം 10%. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, എന്നാൽ നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. കേരളത്തിലെ കടൽ തീരവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം. ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. കടൽ തീരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. സ്റ്റേറ്റ്മെന്റ് 2, ആലപ്പുഴയാണ് കടൽ തീരം കുറഞ്ഞ ജില്ല. സ്റ്റേറ്റ്മെന്റ് 3, 10 ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽ തീരമുള്ളത്. 4, കടൽ തീരമില്ലാത്ത കോർപ്പറേഷനാണ് തൃശ്ശൂർ. ഇതിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നത് 2 മാത്രമാണ് തെറ്റെന്ന് പറയുന്നത്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് 2ഉം 3ഉം തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ സി 2ഉം 4ഉം തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി 3ഉം 4ഉം തെറ്റാണെന്ന് പറയുന്നു. ഇതിലേതാണ് ശരിയായ ആൻസർ? ഒന്ന് കണ്ടെത്തുക. ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അതായത് 2ഉം 3ഉം തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. അത് സംശയമില്ല, ശരിയാണ്. പിന്നെ കടൽ തീരമില്ലാത്ത കോർപ്പറേഷനാണ് തൃശ്ശൂർ, അതും കറക്റ്റാണ്. എന്നാൽ കടൽ തീരം കുറഞ്ഞ ജില്ല ആലപ്പുഴയല്ല. ഏതാണ് കടൽ തീരം ഏറ്റവും കുറഞ്ഞ ജില്ല? കൊല്ലമാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ കണ്ണൂർ, കുറവ് കൊല്ലം. രണ്ടും കായാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കണ്ണൂർ ക, കൊല്ലം കായാണ്. അപ്പോൾ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് കൊല്ലമാണ്. ഓക്കെ. ഈ കടൽ തീരമില്ലാത്ത ജില്ലകൾ എത്രയാണ് കേരളത്തിൽ? കടൽ തീരമുള്ള ജില്ലകൾ എത്രയാണ്? 9 ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്. 5 ജില്ലകൾക്ക് എന്തില്ല? കടൽ തീരമില്ല. കേരളത്തിലെ 5 ജില്ലകൾക്ക് കടൽ തീരമില്ല. കടൽ തീരമില്ലാത്ത ജില്ല ഏതൊക്കെയാണ്? വയനാടുണ്ട്, പാലക്കാടുണ്ട്, പത്തനംതിട്ടയുണ്ട്, കോട്ടയമുണ്ട്, ഇടുക്കിയുണ്ട്. ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി. ഈ 5 ജില്ലകൾക്ക് എന്തില്ല? കേരളത്തിൽ കടൽ തീരമില്ല. കേരളത്തിൻ്റെ മാപ്പ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പ്രദേശങ്ങളൊക്കെ കടലുമായിട്ട് ബന്ധപ്പെടാത്ത ജില്ലകളാണെന്നുള്ളത്. ജസ്റ്റ് മാപ്പ് ഒന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വയനാടുണ്ട്, പാലക്കാടുണ്ട്, പത്തനംതിട്ട ഉണ്ട്, കോട്ടയമുണ്ട്, ഇടുക്കിയുണ്ട്. ഇതിനൊരു കോഡൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. പലതും ഇട്ടുവെക്കാം, പലതും പത്തായത്തിൽ ഇട്ടുവെക്കാം കോട്ടയത്ത് എന്ന്. പലത് പാലക്കാട്, പത്തായത്തിൽ പത്തനംതിട്ട, ഇടുക്കി വെക്കാം വയനാട്, കോട്ടയത്ത്. അങ്ങനെ ഒരു കോഡൊക്കെ ചിലർ പറയാറുണ്ട് ഓർത്ത് വെക്കാൻ. 5 ജില്ലകളേ ഉള്ളൂ. അതല്ലാതെ തന്നെ ഓർത്ത് വെക്കാൻ പറ്റുന്നവർക്ക്, പ്രത്യേകിച്ച് ഈ മാപ്പൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് അത് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ. ഇനി കേരളത്തിൽ വയനാട്, ഇടുക്കി ജില്ലകളിൽ എന്തില്ല? റെയിൽപാളമില്ല. ഈ കടൽ തീരമില്ലാത്ത ജില്ലകൾ തന്നെയാണ് ഈ വയനാടും ഇടുക്കിയും. അവർക്ക് എന്തുമില്ല? റെയിൽവേ സ്റ്റേഷനും ഇല്ല. റെയിൽവേ കടന്നു പോകാത്ത 2 ജില്ലകളാണ് വയനാടും ഇടുക്കിയും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം എത്ര? ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണമാണ് ചോദിച്ചത്. ഈ അടുത്ത് എനിക്ക് തോന്നുന്നത് ഖാദി ബോർഡ് LDC എക്സാമിനാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എത്ര എണ്ണമാണ് കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുള്ളത്? 34 ഉണ്ട് ഓപ്ഷൻ എയിൽ. ഓപ്ഷൻ ബിയിൽ 44 ഉണ്ട്. ഓപ്ഷൻ സിയിൽ 27 ഉണ്ട്. ഓപ്ഷൻ ഡിയിൽ 41 ഉണ്ട്. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആൻസർ കിട്ടാത്തവരുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് ആൻസർ കിട്ടിയതിന് ശേഷം അപ്ലൈ ചെയ്യാം കേട്ടോ. മാക്സിമം നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കണം. തെറ്റുമ്പോഴാണ് പിന്നെ ശരിയാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് ഓർമ്മയിൽ നിൽക്കുക. ഒരിക്കൽ തെറ്റിയിട്ട് പിന്നെ ശരിയാക്കുന്ന ആൻസറുകൾ നമ്മൾ മറക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തെറ്റെന്ന് വിചാരിച്ച് ആൻസർ ചെയ്യാതെ കണ്ട. ആൻസർ പിന്നീട് ശരിയാക്കുന്ന സമയത്ത് നമ്മുടെ മസ്തിഷ്കത്തിൽ കുറേ നേരം അത് നിൽക്കാൻ
കാരണമാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ഇതിൽ ശരി ഉത്തരം. അതായത് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 27 കായലുകളാണ് കേരളത്തിലുള്ളത്. മൊത്തം 34 കായലുകളുണ്ട്. അതാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. 34 എന്ന് പറയുന്നത് മൊത്തം കായലുകളുടെ എണ്ണം എത്രയാണ്? 34 ആണ്. അപ്പോൾ ഈ 34 കായലുകളിൽ 27 എണ്ണം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. കേരളത്തിൽ വലുതും ചെറുതുമായ 34 കായലുകളുണ്ട്. ഇവയിൽ 27 എണ്ണം അഴിയോ പൊഴിയോ മുഖേന കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ അഴിയും പൊഴിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്ക് പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ. അപ്പോൾ വേമ്പനാട്ട് കായലിന് 2 വിശേഷണമാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തടാകവും വേമ്പനാട്ട് കായലാണെന്ന് പറയുന്നുണ്ട്. ഈ വേമ്പനാട്ട് കായൽ എന്താണ്? ബാക്ക് വാട്ടർ ആണ്, അതായത് ശുദ്ധജല തടാകമല്ല. ഓക്കെ, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി പരന്നു കിടക്കുന്ന വേമ്പനാട്ട് കായലിന്റെ വിസ്തീർണം 1512 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ നീളമൊന്നും ആരും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, വിസ്തീർണമൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഏതൊക്കെ ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് PSC ചോദിക്കാറുണ്ട്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ 3 ജില്ലകളിലാണ് എന്തുള്ളത്? ഈ വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ്. ഞാൻ പറഞ്ഞു വേമ്പനാട്ട് കായൽ എന്തല്ല? ശുദ്ധജല തടാകമല്ല. അപ്പോൾ ശുദ്ധജല തടാകത്തിൽ ഏറ്റവും വലുത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ടയാണ്. ഈ ശാസ്താംകോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകവും സമീപ പ്രദേശവും ജൈവ വൈവിധ്യ സമ്പന്നമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നത്തൂർ താലൂക്കിന്റെ പ്രത്യേകത ഉണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നത്തൂർ താലൂക്കാണ്. ഏറ്റവും ചെറിയ താലൂക്ക്. ഇങ്ങനെ ഓർത്തുവെച്ചാൽ മതി. ഒരു കുന്നിന്റെ മുകളിലുള്ള കുറച്ചൊരു സ്ഥലമേ ഉള്ളൂ എന്ന് ഓർത്തുവെച്ചാൽ മതി. കുന്നത്തൂരല്ലേ? അങ്ങനെയൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകാതെ എഴുതാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരും ഏറ്റവും വലിയ താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കുമാണ്. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ താലൂക്കും ഇടുക്കി ജില്ലയിൽ കൊല്ലം ജില്ലയിലാണ് കുന്നത്തൂർ താലൂക്ക്. ഏറ്റവും വലിയ താലൂക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റു ജലാശയങ്ങളുമായി ഒന്നും ബന്ധമില്ലാത്തതിനാൽ ഇതിലെ ജലത്തിന് ഉപ്പുരസമില്ല. അപ്പോൾ ഈ ശാസ്താംകോട്ട കായലിന് ഉപ്പുരസമില്ലാതൊക്കെ കാരണം എന്താ വെച്ചാൽ മറ്റു ജലാശയങ്ങളുമായൊന്നും ഇതിന് ബന്ധമില്ല. അതായത് കടലുമായിട്ടോ മറ്റു കായലുകളുമായിട്ടോ ഒന്നും ഇത് ബന്ധപ്പെട്ടിടാത്തത് കൊണ്ട് ഇതിനെന്തില്ല? ഉപ്പുരസമില്ല. അതാണ് ശുദ്ധജല തടാകമാണ് എന്നർത്ഥം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അഴിയോ പൊഴിയോ ആയിട്ടാണ് ഈ കായലുകൾ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എന്താണ് ഈ പൊഴി എന്ന് പറഞ്ഞാൽ? കായലിൻ്റെയും കടലിൻ്റെയും ഇടയിൽ രൂപം കൊള്ളുന്ന ഒരു മണൽത്തിട്ടക്കാണ് പൊഴി എന്ന് പറയാം. എന്താണ്? കായലിൻ്റെയും കടലിൻ്റെയും ഇടയിൽ രൂപപ്പെടുന്ന മണൽത്തിട്ടയാണ് പൊഴി എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. പിന്നെ പൊഴി എന്ന് ഈ ഡെഫിനിഷൻ കൊടുത്തിട്ട് അടിയിൽ അഴി, പൊഴി അങ്ങനെയൊക്കെ ഒരുപാട് ആൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ കായലിൻ്റെയും കടലിൻ്റെയും ഇടയിൽ രൂപം കൊള്ളുന്ന മണൽത്തിട്ടക്കാണ് എന്ത് പറയാം? പൊഴി എന്ന് പറയാം. എന്നാൽ എന്താണ് അഴി അല്ലെങ്കിൽ അഴിമുഖം എന്ന് പറയുന്നത്? നദികളിൽ നിന്നും അരുവികളിൽ നിന്നുമുള്ള ശുദ്ധജലം സമുദ്രത്തിൽ നിന്നുള്ള ഉപ്പുവെള്ളവുമായി കലരുന്ന തീരപ്രദേശമാണ് അഴിമുഖം എന്ന് പറയുന്നത്. ആ കൂടിച്ചേരുന്ന പ്രദേശത്തിന് എന്ത് പറയും? അഴിമുഖം എന്ന് പറയും. ശുദ്ധജലമുള്ള അരുവികൾ എവിടെ പോയി, അല്ലെ നദികൾ എവിടെ പോയി ചേരുകയാണ്? കടലിൽ പോയിട്ട് ചേരുകയാണ്, സമുദ്രത്തിൽ പോയി ചേരുകയാണ്. ആ ചേരുന്ന പ്രദേശത്തെ അഴിമുഖം എന്ന് പറയും. പൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലിൻ്റെയും കടലിൻ്റെയും ഇടയിൽ രൂപം കൊള്ളുന്ന മണൽത്തിട്ടക്കാണ് പൊഴി എന്ന് പറയാം. ഇനി കേരളത്തിൽ ആകെ നദികൾ 44 എണ്ണമാണുള്ളത്. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41, കിഴക്കോട്ട് ഒഴുകുന്നത് 3 നമുക്കറിയാം. ഈ 3 നദികളെയും PSC ചോദിക്കാറുണ്ട്. കബനി, ഭവാനി, പാമ്പാർ. ചോദിക്കാൻ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓപ്ഷനിൽ 4 കൊടുത്തു കഴിഞ്ഞാൽ 3 ഇതും 1 മറ്റൊന്നും കൊടുക്കാൻ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കബനി, ഭവാനി, പാമ്പാർ ഈ 3 നദികളാണ് കേരളത്തിൽ എവിടേക്ക് ഒഴുകുന്നത്? കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കിയൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളും ജില്ലകളും സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക എന്നാണ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നത് 3 കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ്. ഈ നദികൾ ഒഴുകുന്ന ജില്ലകളാണ് അതിന് നേരെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തത് ഭവാനിയാണ്, വയനാടാണ്. 2 കബനി, പാലക്കാട്. 3 പാമ്പാർ, ഇടുക്കി. ഈ നദികളും ജില്ലകളും തമ്മിലുള്ള ഈ ഒരു ജോഡിയിൽ തെറ്റായത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. ഇതിൽ തെറ്റൊന്നുമില്ല, എല്ലാം ശരിയാണെന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് എല്ലാം തെറ്റാണെന്നാണ്. ഇത് 3 തെറ്റാണ് എന്നാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ
1 and 3 ആണ് തെറ്റ് എന്ന് പറയുന്നു. 1ഉം 3ഉം തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ 1ഉം 2ഉം തെറ്റാണെന്ന് പറയുന്നു. ഏതാണ് ശരിയായ ആൻസർ എന്ന് ഉത്തരം കണ്ടെത്തി നോക്കുക. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1ഉം 2ഉം തെറ്റാണ് അല്ലേ. ഭവാനി ഒഴുകുന്നത് എവിടെയല്ല, വയനാട്ടിലല്ല, എവിടെയാണ്? പാലക്കാടാണ്. കബനിയാണ് വയനാട്ടിൽ ഒഴുകുന്നത്. അപ്പോൾ ഭവാനിയുടെയും കബനിയുടെയും ജോഡികൾ തെറ്റാണ്. ഭവാനി ഒഴുകുന്നത് പാലക്കാട് ജില്ലയിലൂടെയും കബനി ഒഴുകുന്നത് വയനാട് ജില്ലയിലൂടെയുമാണ്. പാമ്പാർ ഒഴുകുന്നത് ഇടുക്കി ജില്ലയിലൂടെയാണ്. അത് കറക്റ്റാണ് അല്ലേ. ഓക്കെ. കേരളത്തിൽ നീലഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ഭവാനിപ്പുഴ. ഈ നദി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി കൽക്കണ്ടിയൂർ എന്ന സ്ഥലത്ത് വെച്ച് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ കേരളത്തിൽ നീലഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ഭവാനിപ്പുഴ. എവിടെയാണ് ഭവാനി ഉത്ഭവിക്കുന്നത്? നീലഗിരി മലനിരകളിൽ നിന്നാണ്. എന്നിട്ട് തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. ഈ നദി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി കൽക്കണ്ടിയൂർ എന്ന സ്ഥലത്ത് വെച്ച് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശം ഏതാണ്? കൽക്കണ്ടിയൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. കേരളത്തിലെ പിന്നെ അതേപോലെ അടുത്തതാണ് കാവേരി നദിയുടെ ഒരു പോഷക നദിയാണ് ഈ പറയുന്നത്. ഈ 3 നദികളും എന്താണ്? കാവേരി നദിയുടെ പോഷക നദികളായിട്ടാണ് അറിയപ്പെടുന്നത്. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് കബനി നദി. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് കബനി നദി. കപില നദി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കാവിലുംപാറക്ക് സമീപം പനമരൻ നദിയുടെയും മാനന്തവാടി നദിയുടെയും സംഗമ സ്ഥാനത്ത് നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇത് വയനാട് ജില്ലയിലൂടെ കിഴക്കോട്ട് ഒഴുകി കർണാടകയിലെ മൈസൂർ ജില്ലയിൽ പ്രവേശിച്ച് കർണാടകയിലെ മൈസൂർ ജില്ലയിൽ കാവേരി നദിയിൽ ചേരുന്നു. അതായത് വയനാട് ജില്ലയിലൂടെയാണ് കബനി നദി ഒഴുകുന്നത്. ഇത് കർണാടകയിലെ മൈസൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുകയും മൈസൂർ ജില്ലയിൽ വെച്ച് തന്നെ ഏതുമായിട്ട് ചേരുന്നു? കാവേരി നദിയിൽ ഇത് ചേരുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ കാവേരി നദിയിലാണ്. കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കബനി നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കബനി നദിയിലാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ കേരളത്തിലൂടെ 29 കിലോമീറ്റർ മാത്രം ഒഴുകുന്ന പാമ്പാർ നദിയുടെ ബാക്കി തമിഴ്നാട്ടിലാണ്. അപ്പോൾ പാമ്പാർ നദി കേരളത്തിലൂടെ ഒഴുകുന്നത് വെറും 29 കിലോമീറ്റർ മാത്രമാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് നിന്നാണ് നദിയുടെ ഉത്ഭവം. പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ നിന്നാണ്, ദേവികുളത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കബനിയിൽ പറഞ്ഞു, ഒരു ഡാം പറഞ്ഞു, പിന്നെ ഒരു ദ്വീപ് പറഞ്ഞു അല്ലേ. ഏതാണ്? കുറുവാ ദ്വീപാണ് കബനി നദിയിലുള്ളത്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമാണ്. തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണ്? പാമ്പാർ നദിയിലാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഉൾപ്പെടുന്ന നദിയാണിത്. കാവേരി നദിയുടെ പോഷക നദിയായ അമരാവതി നദിയുടെ പോഷക നദിയാണ് പാമ്പാർ. നല്ല ശ്രദ്ധിക്കണം. ഈ പാമ്പാർ നദി പൊതുവെ നമ്മൾ പറയാ കാവേരിയുടെ പോഷക നദിയാണ് എന്നാണ്. എന്നാൽ നേരിട്ട് പോയിട്ട് കാവേരിയിൽ ചേരുന്നില്ല. എവിടെയാണ് ചേരുന്നത്? കാവേരിയുടെ പോഷക നദിയായ അമരാവതി നദിയിലാണ് ചേരുന്നത്? പാമ്പാർ ചെന്ന് ചേരുന്നത്. കബനി നദിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, മൈസൂർ ജില്ലയിൽ വെച്ചിട്ടാണ് കബനി നദി എന്ത് ചെയ്യുന്നത്? കാവേരിയിൽ ചേരുന്നത്. എന്നാൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇത് പോയിട്ട് അമരാവതി നദിയിൽ ചേരുന്നു. പിന്നെ അമരാവതി നദിയാണ് പിന്നെ കാവേരി നദിയിലേക്ക് ചേരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ കാവേരി നദിയുടെ പോഷക നദി എന്നാണ് ഇതിനെ പറയപ്പെടാറ്. ഇനി ഇങ്ങനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തെറ്റിക്കരുത്. അമരാവതി നദിയിലാണ് പാമ്പാർ പോയിട്ട് ചേരുന്നത്. പിന്നീട് അമരാവതി നദിയാണ് കാവേരിയിൽ ചേരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. മൂന്നാറിൽ സംഗമിക്കുന്ന 3 നദികളിൽ ശരിയായ ജോഡി ഏത് എന്നാണ് ചോദ്യം. എന്താണ്? മൂന്നാറിൽ സംഗമിക്കുന്ന 3 നദികളിൽ ശരിയായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാളിയാറ്, മുതിരപ്പുഴ, പരപ്പാറ്. ഓപ്ഷൻ ബി മുതിരപ്പുഴ, നല്ലതണ്ണി, പരപ്പാറ്. ഓപ്ഷൻ സി മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. ഓപ്ഷൻ ഡി പരപ്പാറ്, നല്ലതണ്ണി, കുണ്ടള. ഇതിലേതാണ് മൂന്നാറിൽ സംഗമിക്കുന്ന 3 നദികളുടെ ശരിയായ ജോഡി? ഒന്ന് കണ്ടെത്തി നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഏതൊക്കെയാണ്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള ഈ 3 നദികളാണ് എവിടെ സംഗമിക്കുന്നത്? മൂന്നാറിൽ സംഗമിക്കുന്നത്. ഈ 3 നദികൾ സംഗമിക്കുന്നത് കൊണ്ടാണ് മൂന്നാറിന് ആ പേര് വന്നത് കേട്ടോ. 3 നദികൾ 3 ആറുകൾ സംഗമിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് മൂന്നാർ എന്ന പേര് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 3 നദികൾ? മുതിരപ്പുഴ ഉണ്ട്, നല്ലതണ്ണി ഉണ്ട്, കുണ്ടളയുണ്ട്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് തെന്മല അണക്കെട്ട് അഥവാ കല്ലട പരപ്പാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തെന്മല അണക്കെട്ടിന്റെ മറ്റൊരു പേരാണ് കല്ലട പരപ്പാർ അണക്കെട്ട് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം കേന്ദ്രമാണ് തെന്മലയിലുള്ളത്. ഓക്കെ, ഓപ്ഷനിൽ പരപ്പാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരപ്പാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റോട് ഉൾപ്പെടുത്തിയത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് ഏത് നദിയിലാണ്? ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് ഏത് നദിയിലാണ് എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ എക്സാം ഹാളിലെ തിരക്കിനിടയിൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് ഏത് നദിയിലാണെന്നാണ്. ഓപ്ഷൻ എ പെരിയാറാണ്, ഓപ്ഷൻ ബി ഭാരതപ്പുഴയാണ്, ഓപ്ഷൻ സി പമ്പ, ഓപ്ഷൻ ഡി കുറ്റ്യാടിപ്പുഴ. ഇതിൽ ഏത് നദിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത്? ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ഓപ്ഷൻ എയിൽ തന്നെ പെരിയാർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഉത്തരം ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴ. ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കല്ലടയാണ്. കേരളത്തിൽ ജലസേചന പദ്ധതികൾ കൂടുതലുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് പാലക്കാടാണ്. നമുക്കറിയാം ഭാരതപ്പുഴ ഒഴുകുന്നത് പ്രധാനമായും ഇതിലൂടെയാണ്, പാലക്കാട് ജില്ലയിലൂടെയാണ് അല്ലേ. അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതപ്പുഴയാണ് ഉത്തരം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ടാണ്. ഇതും എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാട്, നദി ഭാരതപ്പുഴ, അണക്കെട്ട് ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് വെച്ചാൽ അത് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇനി എന്താണ് ഈ ജലസേചന പദ്ധതിയും ജലവൈദ്യുത പദ്ധതിയും എന്നുള്ളത് വ്യത്യാസം അറിയാത്തവരുണ്ടോ? ജലവൈദ്യുത പദ്ധതി എന്താണ്, ജലസേചന പദ്ധതി എന്താണെന്നുള്ളത് അറിയാത്തതുണ്ടോ? അറിയാത്തവരുണ്ടോ? അതായത് ജലസേചന പദ്ധതി നമുക്കറിയാം കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ജലം കെട്ടി നിർത്തിയിട്ട് വിതരണം നടത്തുന്നതിനാണ് ജലസേചന പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. ജലവൈദ്യുത പദ്ധതി ആകുമ്പോൾ ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികളാണ്. അത് അങ്ങോട്ടുകൂടി തിരിഞ്ഞു പോകരുത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണെന്ന് വെച്ചാൽ അത് പെരിയാറാണ്. എന്നാൽ ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടാണ്. ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഏതെന്ന് വെച്ചാൽ മാട്ടുപ്പെട്ടിയാണ്. മാട്ടുപ്പെട്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം എന്നറിയപ്പെടുന്നത്. മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിലെ ആദ്യ അണക്കെട്ട് ഏതാണ്? മുല്ലപ്പെരിയാർ ഡാമാണ്. അത് പിന്നെ എല്ലാവർക്കും ഉത്തരം പെട്ടെന്ന് കിട്ടുന്നൊരു ആൻസറാണ്. കാരണം അത്രയും പഴക്കമുള്ള അണക്കെട്ടാണ്. സുരക്ഷാ ഭീഷണിയിലാണെന്ന് നമ്മൾ നിരന്തരം പത്രത്തിലൂടെയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാറാണ്. ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ് നമ്മൾ പറഞ്ഞു? മലമ്പുഴ ഡാമാണ്, പാലക്കാട് ജില്ലയിലാണ്. ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന ഒരു മിശ്രിതമുണ്ട്, സുർക്കിയാണ് ആ മിശ്രിതത്തിൻ്റെ പേര്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം ഏതാണ്? സുർക്കിയാണ്. സുർക്കയല്ല, മാറിപ്പോണ്ട സുർക്കിയാണ് കേട്ടോ. ആ മിശ്രിതത്തിന് പറയുന്ന പേരാണ് സുർക്കി. ജോൺ പെനി ക്വിക്കാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി. ആരാണ്? ജോൺ പെനി ക്വിക്കാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡാമാണ് ബാണാസുര സാഗർ ഡാം. എന്താണ് ബാണാസുര സാഗർ ഡാമിൻ്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ഏത്? ബാണാസുര സാഗർ ഡാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടും എർത്ത് അണക്കെട്ടും ഏതാണ്? എർത്ത് ഡാമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാമും ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമും ഏതാണ്? ബാണാസുര സാഗർ ഡാമാണ്. ഈ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കരുമനത്തോടിലാണ്. കരുമനത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബനി നദിയുടെ കൈവഴിയാണ്. കബനി നദിയുടെ കൈവഴിയായ കരുമനത്തോടിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് തന്നെ പറയാറുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ കബനി നദിയിലാണ്, ഏത് നദിയിലാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ കബനി നദി മാത്രമേ ഉള്ളെങ്കിൽ കബനി നദിയാണ് സെലക്ട് ചെയ്യേണ്ടത്. കബനി നദിയുടെ കൈവഴിയാണ് ഏത്? കരുമനത്തോട്. ഈ കരുമനത്തോടിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. വിക്കിപീഡിയയിലൊക്കെ ഈ കരുമനത്തോടിനെ കബനി നദിയുടെ പോഷക നദി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് പോഷക നദിയല്ല, ഇതൊരു കൈവഴിയാണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പള്ളിവാസൽ, ഓപ്ഷൻ സി ശബരിഗിരി, ഓപ്ഷൻ ഡി കുറ്റ്യാടി പദ്ധതി. ഇതിലേതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ആദ്യത്തേതാണ് ചോദിച്ചത്, ജലവൈദ്യുത പദ്ധതിയാണ് ചോദിച്ചത്. ഏതാണ്? ഇടുക്കിയാണോ, പള്ളിവാസലാണോ, ശബരിഗിരിയാണോ, കുറ്റ്യാടിയാണോ? ആൻസർ കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. പള്ളിവാസൽ പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അല്ലേ. പള്ളിവാസൽ പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് വെച്ചാൽ അത് ഇടുക്കി പദ്ധതിയാണ്. ആർച്ച് ഡാമും ഭൂഗർഭ പവർ സ്റ്റേഷനും ഇതിൽ ഉൾപ്പെടുന്നു. പെരിയാർ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ട് 780 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദന ശേഷിയുള്ളതാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 340 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ശബരിഗിരി സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉൽപ്പാദനത്തിനും ആവശ്യങ്ങൾക്കും പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ശബരിഗിരി പദ്ധതി. ഏറ്റവും വലുത് ഏതാണ്? നമ്മൾ പറഞ്ഞു ഇടുക്കി പദ്ധതിയാണ്. 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ശേഷി എന്ന് പറയുന്നത്. ശബരിഗിരി പദ്ധതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 340 മെഗാവാട്ടാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരു പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. എന്താണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ പ്രത്യേകത? മലബാറിലെ ആദ്യത്തെ വൈദ്യുത പദ്ധതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി പദ്ധതിയാണ്. കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി സ്ഥിതി ചെയ്യുന്നത്. കുറ്റ്യാടി പദ്ധതി ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി പദ്ധതി ഉള്ളത്. 225 മെഗാവാട്ടാണ് ഇതിൽ സ്ഥാപിത ശേഷി. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി നമ്മൾ പറഞ്ഞു 780 മെഗാവാട്ടാണ്. ശബരിഗിരി പദ്ധതി ആണെങ്കിൽ 340 ആണ്. കുറ്റ്യാടി ആണെങ്കിൽ 225 മെഗാവാട്ടാണ്. ഓക്കെ. കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി പദ്ധതി. അപ്പോൾ 1 ഇടുക്കി, 2 ശബരിഗിരി, 3 കുറ്റ്യാടി. വൈദ്യുതി ഉൽപ്പാദനവും മലബാർ മേഖലയിലെ ജലസേചനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതിനുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദനം മാത്രമല്ല മലബാർ മേഖലയിലെ ജലസേചനം മെച്ചപ്പെടുത്തുന്നതിനും കൂടി ഇത് ലക്ഷ്യമിടുന്നുണ്ട്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി പദ്ധതി. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ചോദിച്ചത്. ഓപ്ഷനിൽ കുത്തുങ്കലുണ്ട്, മണിയാറുണ്ട്, കുറ്റ്യാടി ഉണ്ട്, കണ്ണൻദേവനുണ്ട്. ഏതാണ് സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മണിയാറാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. അപ്പോൾ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ് അല്ലേ. മണി കുറച്ച് വേണം, പിന്നെ ഒരു സ്വകാര്യ മേഖലയിൽ ജലവൈദ്യുത പദ്ധതി ഒക്കെ തുടങ്ങാൻ എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. കുറച്ച് പൈസ ഉണ്ടെങ്കിലല്ലേ തുടങ്ങാൻ കഴിയുള്ളൂ. അപ്പം മണിയാറാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ സ്വകാര്യ മേഖലയിൽ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഓപ്ഷനിൽ കണ്ട കൂത്തുങ്കലാണ്. കൂത്തുങ്കലാണ് എന്ത് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് മണിയാറും. എന്നാൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് വെച്ചാൽ അത് കൂത്തുങ്കലുമാണ്. മാറിപ്പോവരുത്. ആദ്യത്തേത് മണിയാറാണ്, ഏറ്റവും വലുത് കൂത്തുങ്കലാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മണിയാർ പത്തനംതിട്ട ജില്ലയിലും കൂത്തുങ്കൽ ഇടുക്കി ജില്ലയിലും സ്ഥിതി ചെയ്യുന്നു. മണിയാർ എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ആദ്യത്തേത് പത്തനംതിട്ട ജില്ലയിലാണ്. എന്നാൽ ഏറ്റവും വലുത് എവിടെയാണ്? അത് ഇടുക്കി ജില്ലയിലാണ്. നമുക്കറിയാം ഏറ്റവും വലിയ പദ്ധതി കേരളത്തിലെ ഏതാണ്? ഇടുക്കി പദ്ധതി അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ ഇതും ഇടുക്കിയിൽ തന്നെയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എവിടെ തന്നെയാണ്? ഇടുക്കിയിലാണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. പത്തനംതിട്ട ജില്ലയിലാണ് മണിയാർ വരുന്നത്, ആദ്യത്തേത് വരുന്നത്. എന്നാൽ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ കൂത്തുങ്കൽ വരുന്നത് ഇടുക്കി ജില്ലയിലാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ നോട്ട്സ് PDF ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ടാൻഡം PSC എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് അംഗമാവുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ക്ലാസ് കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.